6 മാസത്തിന് മുന്നേ വയറുവേദന വന്നു മാഡം. പിന്നെ മൂത്രാശയത്തിലൊരു മുഴ വന്നു. അത് ഇൻഫെക്ഷനായിട്ട് മാറുകയും ചെയ്തു. അവിടുത്തെ മെഡിസിൻ കഴിച്ചിട്ട് യാതൊരു ഗുണമുണ്ടായില്ല മാഡം. ആ മുഴ ട്യൂമർ മുഴയായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ 2% ക്യാൻസർ ആയിരിക്കാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് റിലേറ്റീവ് ആണുള്ളത്. ഇവര് പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്നും പേഷ്യന്റ് എന്ത് ക്യാൻസർ ആണെന്നും ക്യാൻസർ സംബന്ധിച്ചുണ്ടായ സിംറ്റംസ് എന്തൊക്കെയാണെന്നും നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. നമസ്കാരം സർ, പേരെന്താണ്? എൻ്റെ പേര് ജോൺ എന്നാ. ഓക്കെ സർ. ആ, പേഷ്യന്റ് പേഷ്യൻ്റെ പേരെന്താ? പേര് ലക്ഷ്മമ്മ എന്നാ മാഡം. ലക്ഷ്മമ്മ. സാറിന്റെ ആരാ പേഷ്യന്റ്? അത് എൻ്റെ അമ്മയാണ്. എത്ര വയസ്സുണ്ട്? 53 മാഡം. 53 അല്ലേ? ഓക്കെ സർ. എന്ത് ക്യാൻസർ ആണ്? എന്താണെന്നാണ് ഡോക്ടർ അത് പറഞ്ഞത്? കൊളനോ ക്യാൻസർ ആണ് മാഡം. കൊളൻ ക്യാൻസർ അല്ലേ? അതായത് ആ കുടലല്ലേ? അതെ, അങ്ങനെ ഓക്കെ. മുഴ പോലെ വന്നിട്ട് ആ. വലുതായി. ഓ, ഓക്കെ. കുടലില് മുഴയുണ്ടായത് നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് ഉണ്ടായി കാണുമല്ലോ, അതെ അതെ. അതിനെപ്പറ്റി പറയൂ സർ. 6 മാസത്തിന് മുന്നേ വയറുവേദന വന്നു മാഡം. ഉം. അങ്ങനെ വയറുവേദന വന്നപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഉം. അവർ നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവർ ഇഞ്ചക്ഷൻ കൊടുക്കുകയും മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അത് ക്യൂറായി. പിന്നെയും 6 മാസം കഴിഞ്ഞപ്പോൾ അത് വീണ്ടും വന്നു. അതായത് വയറുവേദന വീണ്ടും വന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് കിട്ടി. ഓക്കെ. അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ മൂത്രാശയത്തിൽ ചെറിയൊരു മുഴ ഓക്കെ. പോലെ ഉണ്ടെന്നാ കണ്ടുപിടിച്ചത്. അതുകൊണ്ടായിരിക്കാം ഇൻഫെക്ഷൻ ആയതെന്നും പറഞ്ഞു. അത് ഇഞ്ചക്ഷൻ ചെയ്ത് മാറ്റിയെടുക്കാമെന്നാ പറഞ്ഞേ. ഉം. ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു 10 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. അത് മാറാതെ ആ മുഴ ട്യൂമറായി എന്ന് പറഞ്ഞു. ഉം. അതെന്ത് ട്യൂമറാണെന്ന് വെച്ചാൽ 2% ക്യാൻസറിനുള്ള സാധ്യതയാണെന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ പറഞ്ഞപ്പോൾ കൺഫേം ചെയ്തിരുന്നോ സർ? അതെ അതെ, അത് 90% കൺഫേം ചെയ്തു. ഓക്കെ. അതെന്തായാലും ക്യാൻസർ ആയിരിക്കാനാണ് സാധ്യത കൂടുതലെന്ന്. ഉം. ഇടയ്ക്കിടയ്ക്ക് വേദന കൂടിയിട്ട് വൊമിറ്റ് ഉം. ചെയ്യാറുമുണ്ട്. ഓക്കെ. അങ്ങനെയാണ് കുടൽ ഓപ്പറേഷൻ ചെയ്തത്. ഉം. ഓപ്പറേഷൻ ചെയ്ത അതേ ഹോസ്പിറ്റലിൽ തന്നെ കുറെ നാൾ ഞങ്ങൾ ട്രീറ്റ്മെന്റിൽ ഇരിക്കുകയും ചെയ്തു. ഉം. വീണ്ടും ബയോപ്സി ചെയ്തു. പിന്നെയും CT സ്കാൻ ചെയ്തു. എന്നിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല. ബയോപ്സിയുടെ ടെസ്റ്റ് 10 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നേ. ഉം. അങ്ങനെ അത് ക്യാൻസർ ആയിരിക്കും എന്ന് കൺഫേം ചെയ്തു. കീമോതെറാപ്പി, റേഡിയേഷൻ ചെയ്യണം, പക്ഷെ ഇവർ വീക്കാണെന്ന് പറഞ്ഞു. വീട്ടിൽ വെച്ച് തന്നെ നോക്കിക്കോ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അങ്ങനെ വിട്ടുകളയാൻ എനിക്ക് മനസ്സിലായിരുന്നു. അങ്ങനെ യൂട്യൂബ് വഴി അറിഞ്ഞ് ഓക്കെ. ലാസ്റ്റ് ഇയറിലുള്ള വീഡിയോസ് ഒക്കെ കണ്ട് ലിവർ ക്യാൻസർ പോലും നന്നായി ഓക്കെ. മാറ്റിയെടുക്കുമെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഓക്കെ. എന്നാ നോക്കാന്ന് കരുതി ഇവിടെ കൊണ്ടുവന്ന് പുറത്തൊരു സ്കാൻ സെന്റർ അല്ലേ ഉം. മാഡം, അവിടെ പെറ്റ് സ്കാൻ ചെയ്തിട്ട് വന്നു. ഓക്കെ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുഴ സ്പ്രെഡ് ആയോ എന്നും ഉം. ചുറ്റിലും അത് പടർന്നിട്ടുണ്ടോ എന്നും എവിടെയെങ്കിലും അല്ലെങ്കിൽ അത് സ്പ്രെഡ് അതുപോലെ തന്നെ ആയിട്ടുണ്ടോന്ന് ഉണ്ടോ അറിയാം എന്നും അല്ലേ? പെറ്റ് ഓക്കെ. സ്കാൻ വഴി അറിയാൻ ഉം. പറ്റുമല്ലോ. അങ്ങനെ അത് ചെയ്തു. അത് അങ്ങനെ അവിടെ നിന്ന് ലിവറിലേക്ക് എഫക്റ്റ് ആയി. ലിവർ പോലും ഇപ്പോൾ 3rd സ്റ്റേജിലുള്ളതെന്ന് ഓക്കെ. പറഞ്ഞു. ഇതെന്ത് ചെയ്യണമെന്ന് അറിയാനായിട്ട് ഡോക്ടറെ അടുത്തേക്ക് വീണ്ടും പോയി. ഉം. വീണ്ടും റേഡിയേഷൻ ചെയ്യണം, കീമോതെറാപ്പിയും ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ക്യാൻസറിനെ പറ്റി കുറച്ചൊക്കെ അറിയാലോ. ഇതിനു മുമ്പ് അതെ. ക്യാൻസറിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാമായിരുന്നോ? എന്തുകൊണ്ടാ ഇത് വരുന്നതെന്നൊക്കെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ സാറിന്? ഇല്ല ഇല്ല, അങ്ങനെ ഒന്നുമില്ല അല്ലേ? ഓക്കെ. ഉം. സാറ് യൂട്യൂബിൽ കണ്ടു കാണുമല്ലോ, ഒരുപാട് പേര് ഇവിടെ വരുന്നത്. ഉം. ഏത് സ്റ്റേജ് ആണെങ്കിലും പേടിക്കേണ്ട കാര്യമില്ല. നല്ല മെഡിസിൻ ആണ് കിട്ടുന്നത്. ട്രീറ്റ്മെന്റ് ഒക്കെ അതെ, കണ്ടിന്യൂ ശരിയാ. ചെയ്തോളൂ. ഉം. ഡോക്ടർ പറഞ്ഞത് ഫോളോ ചെയ്തോളൂ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഓ സർ. തീർച്ചയായും. ഓക്കെ, ശരി. താങ്ക് യു.